ജെയ്സി എന്ന് പറഞ്ഞൊരു മോൾ ഈ ദിവസം സാക്ഷ്യം പറഞ്ഞു. അവളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ മകന് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല, ഉപ്പിലും വിശ്വാസമില്ല. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ, പക്ഷേ അമ്മ ഇവൻ്റെ മകനെ സ്വിറ്റ്സർലൻഡിലാണ് അവൻ MBA പാസ്സായതാണ്. പക്ഷെ അവിടെ MBA പാസ്സായെന്ന് പറഞ്ഞാലും ഈ ഇൻറ്റേൺഷിപ്പിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻറ്റേൺഷിപ്പിന് പോകണ മുമ്പ് അമ്മ പറഞ്ഞ്, എടാ നിനക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ ഉണ്ട്, നിന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്, അവരെടുക്കത്തുള്ളൂ, നമുക്ക് മെറിറ്റില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ഉപ്പ് കൊണ്ടുപോയി ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ ഇടണമെന്ന് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ഇടത്തില്ല. അയ്യോ, ഇതൊക്കെ ചെയ്താൽ വല്ല കാര്യം ശരിയാവുക, അവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, ക്യാമറ ആയതുകൊണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണവരെ ചില ആൾക്കാരെ ക്യാമറ കാണുമ്പോൾ കവാത്ത മറക്കുകയും. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നിന്നെ അവിടെ ഇടിപ്പിക്കണ കാര്യമാണ്. ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ പോയി അമ്മ കൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവിടെ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് മെറിറ്റില്ല, ഇത് നോട്ട് ബൈ മെറിറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, ഉടമ്പടി അതിനുവേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, അതുകൊണ്ട് ഈ മകനെ ഇവിടെ ഇൻറ്റേൺഷിപ്പിൽ എടുക്കണമെന്ന് പറഞ്ഞു, എക്സ്പീരിയൻസിന്. പല നാട്ടുകാർക്ക് സീറ്റില്ല, അവന് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വേറൊരു കമ്പനി അവനെ ജോലിക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞേ, എടാ മകനെ ഉടമ്പടി ഉപ്പുണ്ട്, നമുക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അതൊക്കെ ശരിയാകുക, അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഓഫീസിൽ പോകാം, രാത്രി ഓഫീസ് അമ്മയുമായിട്ട് ഈ മകൻ്റെ കൂടെ അമ്മ രാത്രി ഓഫീസിൽ പോയിരിക്കുക. എന്നിട്ട് രാത്രി ഓഫീസിൽ പോയി അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഉപ്പിട്ടിട്ട് പോകുന്നു. പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് തോന്നണം, നമ്മൾ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ തള്ളിപ്പറയത്തില്ല. സുവിശേഷം എന്ന് പറയുന്ന വിശ്വാസം, നമ്മളെന്താ കർത്താവ് തുടങ്ങണം എങ്ങനെയാണ്? വിശ്വസിക്കുക, സുവിശേഷത്തിൽ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് വേണ്ടത് സുവിശേഷത്തിലാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളിലും ദൈവത്തിൻ്റെ പരിപാലന മാർഗങ്ങളിലെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കണമാണ് ഉപ്പിടുമ്പോൾ. അവൻ പിന്നെ ഒരു ഗുണം ചെയ്തു, അവൻ അത്ര മോശക്കാരനല്ല. അവൻ എപ്പോഴും ഈ ഉപ്പൊക്കെ പബ്ലിക്കായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൈലം പൂശിയിട്ടേ അവൻ ഇറങ്ങത്തുള്ളൂ. അവൻ ഇൻ്റർവ്യൂവിനാണെങ്കിലും വീട്ടിൽ ഉടമ്പടി തൈലം പൂശിയിട്ട് ഇറങ്ങത്തുള്ളൂ. പക്ഷെ അമ്മ അതിനേക്കാൾ കടുത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇവന് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് എന്നല്ലേ, എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയെന്നല്ല എൻ്റെ പ്രഖ്യാപനം. നമ്മൾ വിശ്വസിക്കണത് എന്താ പ്രഖ്യാപിക്കണത്? എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ. അതിനാണ് ഈ ഉപ്പിടണത്, വിശ്വാസപ്രമാണം ചെല്ലണത്. അപ്പോൾ ആ ജോലി അവന് കിട്ടി. അതിൻ്റെ സാക്ഷിയാണ് അവൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ചും കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് നിവർത്തിക്കണം. പറഞ്ഞ മനസ്സിലായ കാര്യം, നിങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് ഉടമ്പടി നിവർത്തിക്കണം. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വന്നിട്ട് പോകും, ഉടമ്പടി ചെയ്യാൻ വന്നു. അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ സഞ്ചരിച്ച് അന്യരാജ്യത്തു നിന്ന് വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അന്ന് തന്നെ പോകുകയാണവർ. അവർക്ക് ഒരു ഉടമ്പടിക്ക് ലാഭമാകണത്, അവർക്ക് ഉടമ്പടിക്ക് ചിലവാകണത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയാണ് ഒരു ഉടമ്പടിക്ക്. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കലവൂരിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണമെന്ന് പറയും. എപ്പോഴാണ് ഞാൻ ചോദിക്കുക, എത്ര മണിക്കാണ് വന്നത്? 7 മണിക്ക്. അതാണ് നിങ്ങളുടെ വെളുപ്പിനെ? ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും. ഇവിടെ നടന്നു വന്നതായിരിക്കും. അപ്പം ഞാൻ എത്ര മണിക്ക്? 7 മണിക്ക്. അപ്പോൾ വെളുപ്പിനെന്ന് പറഞ്ഞാൽ 7 മണിക്കാണ്. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഈസിയായിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് സത്യസന്ധമായ കാര്യമാണെന്ന്.
പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇപ്പോൾ ഇത്രയും നാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സംഭവം എന്താണെന്നറിയാമോ? ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടി, നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയിലുള്ള റിസ്ക് ഫാക്ടർ എന്താണ്? ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണതാണ് പാട്. അത് ഇത്തിരി സമയമെടുക്കും. അത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ സീരിയസ് ആണ് ഈ വിഷയത്തിൽ, സിൻസിയറാണെന്ന് ദൈവത്തിനെ നമ്മൾ വിശ്വസിപ്പിച്ചെടുക്കണം. അത് ഓരോ ദിവസത്തെയും ഉടമ്പടിയുടെ വെല്ലുവിളിയാണിത്. എന്താണ്? എൻ്റെ ഉടമ്പടി കർത്താവിനെ കൊണ്ട് കൺകർ ചെയ്യിക്കണം. മൈ കവനൻറ്റ് മസ്റ്റ് ബി കൺകേർഡ് ബൈ ജീസസ്. അത് ദിവസങ്ങളും ഉയർത്തണ വെല്ലുവിളിയാണ്. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഉയർത്തണ വെല്ലുവിളിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടിയെ കൊണ്ട് ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ആ സത്യസന്ധമായ ഉടമ്പടിയാണെന്ന്. അത് അഭ്യാസം കാണിക്കാൻ ചെയ്തതല്ല, ദൈവത്തോടുള്ള സ്നേഹത്താൽ വിശ്വസിച്ച് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തിലാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫയറാകണത്. അതുകൊണ്ട് അറിഞ്ഞ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.